കഴിഞ്ഞ 30 വർഷമായി CPM ഭരിച്ച കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ. എന്നാൽ പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ ഒട്ടും അവർ സംതൃപ്തരല്ല. കാരണം അവിടെ ഒരുപാട് വികസന മുരടിപ്പിന്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തവണ കോൺഗ്രസ് തന്നെ വലിയ മുന്നേറ്റം കൊല്ലം കോർപ്പറേഷനിൽ എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ചേട്ടാ അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ? നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയുന്നത്? അല്ല, കൊല്ലം കോർപ്പറേഷനിൽ മാത്രമല്ല, നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസും UDF-ഉം ഇത്തവണ വലിയൊരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് അവര് ഓരോ മണ്ഡലങ്ങളെയും കുറിച്ച് പഠിച്ചു, ഓരോ വാർഡുകളെയും കുറിച്ച് വിശദമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിലേക്ക് ഒരു പരാജയത്തിന് ശേഷമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി തോറ്റു കഴിഞ്ഞപ്പോൾ ഇത്തവണ അവർ തിരിച്ചു വരണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് അവർക്ക് തുടങ്ങണം. അവിടെ നിന്ന് വിജയിച്ചു തുടങ്ങിയാൽ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. ആ തിരിച്ചറിവ് UDF-ന് മൊത്തത്തിലുണ്ട്. കൊല്ലത്തിലേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് UDF-ന് നല്ല ശക്തമായ ഒരു സംവിധാനമുണ്ട്. കോൺഗ്രസും ഒക്കെ തന്നെ അവിടെ നല്ല ശക്തിയുള്ള ഒരു ജില്ലയാണ് കൊല്ലം. കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ 30 വർഷമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ CPM ആണ് ഭരിക്കുന്നത്, LDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ UDF-ഉം കോൺഗ്രസും അവിടെ നേരത്തെ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലെ തന്നെയാണ്. അവിടെ കോർപ്പറേഷന്റെ ചുമതല കൊടുത്തിരിക്കുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള PS ശിവകുമാറിനാണ്. അദ്ദേഹം അവിടെ ചർച്ചകൾ നടത്തി. ആദ്യം തന്നെ കോൺഗ്രസിന്റെ ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപാണ് ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. INTUCയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ KPCC അംഗമായിട്ടുള്ള AK ഹഫീസ് അദ്ദേഹത്തെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ ഇത്തവണ നേരിടുന്നത്. അത് മാത്രമല്ല, ഇതിനു മുൻപ് ഒരാഴ്ച മുൻപ് തന്നെ അവിടെ കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അവിടുത്തെ കൊല്ലത്തെ UDF-ന്റെ MP NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു പദയാത്ര നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അവിടെ UDF-ന് സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ വാർഡുകളും 55 വാർഡുകളാണ് കോർപ്പറേഷനിലുള്ളത്. ആ വാർഡുകളിലെല്ലാം തന്നെ കയറി ഇറങ്ങുന്ന രീതിയിൽ എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന രീതിയിൽ കോർപ്പറേഷന്റെ സ്പന്ദനങ്ങളെല്ലാം തിരിച്ചറിയുന്ന രീതിയിലാണ് ആ യാത്ര മുന്നോട്ട് പോയത്. ഒരു കുറ്റവിചാരണ യാത്രയായിരുന്നു. CPM-നെതിരായിട്ടുള്ള ഒരു കുറ്റവിചാരണ യാത്ര. അവസാനം ഒരു കുറ്റപത്രം അവര് സമർപ്പിച്ച് അവിടെ എന്താ പറയുക, UDF എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു മാനിഫെസ്റ്റോ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. വ്യക്തമായ ഒരു മാനിഫെസ്റ്റോട് കൂടിയായിരിക്കും ഇത്തവണ അവർ മത്സരിക്കുക എന്ന് ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത NK പ്രേമചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ വലിയ രീതിയിൽ പ്രശസ്തിയുള്ള ഒരു MP ആണ് അദ്ദേഹം. അല്ലെ, നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള, പ്രതിപക്ഷം പോലും, ഈവൻ BJP ആയിട്ടുള്ള ഭരണപക്ഷത്തുള്ള BJP-ക്കാർ പോലും വളരെ സൗഹൃദം കേൾക്കുന്ന ഒരു പ്രസംഗമാണ് NK പ്രേമചന്ദ്രൻ. അത്രയ്ക്കും വിശദമായിട്ട് കാര്യങ്ങൾ പഠിച്ച് തലനാരിഴ കീറി പരിശോധിച്ചൊക്കെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നതൊക്കെ തന്നെ. ആ രീതിയിൽ അദ്ദേഹം വലിയൊരു എന്താ പറയുക, എണ്ണം പറഞ്ഞ ഒരു പാർലമെന്റേറിയനായിട്ട് വളർന്ന ഒരു നേതാവാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹം അല്ലാതെ അവിടെ UDF-നെ ഇത്തവണ നയിക്കാൻ അനുയോജ്യനായ മറ്റൊരാളില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പദയാത്ര നടത്തുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഓരോ പാർട്ടികള് അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഈ UDF ഒറ്റ കൂട്ടായിട്ട് ഇരുന്നിട്ട് എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാര് കൂട്ടായിട്ട് ഇരുന്നിട്ട് ഓരോ വാർഡിനെ കുറിച്ചും അവർ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, അവിടുത്തെ ഒരു സാമുദായികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്താണ്, എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത്. ഓരോ വാർഡിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത എന്നുള്ളത് പഠിച്ച് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടാണ് അവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിരിക്കുന്നത്. അത് ഒരു പാർട്ടി ഇപ്പം കോൺഗ്രസ് അവരെ ചർച്ച ചെയ്ത് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു, അങ്ങനെയല്ല. മറിച്ച് ആദ്യം മൊത്തത്തില് ഇവര് ചർച്ച നടത്തി. UDF-ന്റെ കക്ഷികളെല്ലാം തന്നെ, RSP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, എല്ലാവരും ചർച്ച നടത്തിയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡമാക്കിയത്. അവിടെ വേറെ ഒന്നും അവിടെ പരിഗണിച്ചില്ല എന്നാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ, സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന അയ്യത്തിൽ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റാണ്. അവിടെ ഇത്തവണ ഒരു സ്വതന്ത്രനെയാണ് മത്സരിപ്പിക്കുന്നത്. മനസ്സിലായോ? ചർച്ചകളിൽ ഉയർന്നു വന്നപ്പോൾ, പേരുകൾ ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് ഇത്തവണ വിജയസാധ്യത എന്ന് കണ്ടപ്പോൾ മുസ്ലിം ലീഗ് അവിടെ അംഗീകരിച്ചു. ഓക്കെ, ഞങ്ങളുടെ അക്കൗണ്ടിൽ അത് കൂട്ടിയാൽ മതി,
നിങ്ങൾ സ്ഥാനാർത്ഥികളെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നമുക്ക് നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നിന്നാണ് മത്സരിക്കുന്നത്, അയാൾക്കാണ് വിജയസാധ്യത എന്ന് അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ പലരും വിട്ടുവീഴ്ച ചെയ്ത് വിജയിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം, അല്ലാതെ തങ്ങൾക്ക് സീറ്റ് വേണം, അത് തോറ്റാലും വേണ്ടില്ല, തങ്ങൾക്ക് സീറ്റ് വേണം എന്നൊരു പിടിവാശി ഉണ്ടല്ലോ പല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്, അതെല്ലാം മാറ്റിവെച്ചിട്ട് ഒത്തൊരുമയോടുകൂടി വിജയിക്കുക എന്നത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയാണ് ഇത്തവണ നടന്നത്. അത് നമുക്കത് കാണാനുമുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വലിയ എന്താ പറയുക മുതിർന്നവരുണ്ട്, പരിചയസമ്പന്നരുണ്ട്, ഒപ്പം തന്നെ വളരെ യുവാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവർ, KSUവിന്റെ 2 വനിതാ നേതാക്കളുടെ 2 വിദ്യാർത്ഥികൾ ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. 21 വയസ്സ് വീതമേ ഉള്ളൂ. അവര് ആർച്ച എന്ന് പറയുന്ന ജയലക്ഷ്മി, അങ്ങനെ 2 പേരാണ് അവിടെ മത്സരിക്കുന്നത്. അവരിപ്പം ലോ അക്കാദമിയിൽ പഠിക്കുകയാണ്. അവർക്ക് 2 വാർഡുകളിലായിട്ട് അവർ മത്സരിക്കുകയാണ്. ഒരു ആർച്ച എന്ന് പറയുന്ന ഒരു ജയലക്ഷ്മി എന്ന് പറയുന്നത് എന്താ പറയുക മുണ്ടക്കൽ എന്ന് പറയുന്ന വാർഡിലും ആർച്ച വള്ളിക്കീഴ് എന്ന് പറയുന്ന വാർഡിലുമാണ് മത്സരിക്കുന്നത്. അത് രണ്ടും നിലവിലെ LDFന്റെ സിറ്റിംഗ് വാർഡുകളാണ്. അവിടെ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള KSUവിന്റെ നേതാക്കളായിട്ടുള്ള വനിതാ നേതാക്കൾ ഇവർ രംഗത്തിറക്കിയിരിക്കുന്നത്. പൊതുവെ നമുക്കറിയാമല്ലോ വനിതകൾക്ക് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഇത് കൂടി വഴി കേൾക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തീർത്തും അതിനെ ഭേദിച്ചുകൊണ്ടാണ്. കാരണം ഈ കോർപ്പറേഷനിൽ മാത്രമല്ല മറ്റു കോർപ്പറേഷനുകളൊക്കെ യുവനിര തീർച്ചയായിട്ടും യുവനിര ധാരാളം യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവിടെയും കൊടുത്തത്. നോക്കുമ്പോൾ യുവാക്കൾ കൂടുതൽ വരണം എന്നുള്ള ജനങ്ങളുടെയും ഒരു ആഗ്രഹമുണ്ട്. ആ സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്, അവർ 2 പേരും പറയുന്നുണ്ട്, ഞങ്ങള് ഈ പറയുന്ന പ്രചരണം നടത്തുമ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് പോകുമ്പോഴൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്, അവർ നൽകുന്ന ഒരു സപ്പോർട്ട്, നിങ്ങൾ വരട്ടെ, യുവാക്കൾ വരട്ടെ, അല്ലെങ്കിൽ യുവത വരട്ടെ, എന്നാൽ മാത്രമേ ഒരു മാറ്റം വരൂ എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ആ രീതിയിലുള്ള ഒരു ഉദാര സമീപനം അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് UDFന് തവണ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് പ്രേമേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രേമേന്ദ്രന്റെ ആ പദയാത്രയുടെ ഒരു എന്താ പറയുക ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടല്ലേ. അതിൽ നിന്നും ഇതായിട്ട് എടുത്തുകൊണ്ട് ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്നൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് അവിടെ ആ പദയാത്ര നടത്തിയത്. അത് തന്നെയാണ് ഇത്തവണ അവിടെ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF മുന്നോട്ട് വെക്കുന്ന ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് ഇല്ലം കട്ടവർ. അതായത് ഓരോ വീടുകളിലും കട്ടുമുടിച്ചിരിക്കുകയാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു വികസനം നടന്നിട്ടില്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് UDF ഇത്തവണ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന് പറയുന്നത് ഇതിനോടൊക്കെ തന്നെ വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടുള്ള ഒരു സ്ലോഗൻ ആണത്, മുദ്രാവാക്യമാണ്. അപ്പോൾ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മികച്ച ഒരു പ്രവർത്തനമാണ് അവിടെ UDF കാഴ്ചവെക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് പറയുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടെങ്കിൽ പോലും അവിടെ നമ്മുടെ പ്രേമേന്ദ്രൻ MP-യുടെ ഒരു സാന്നിധ്യം അത് വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് വിവിധ സമുദായങ്ങൾക്കിടയിൽ വിവിധ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. നമുക്കറിയാം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ലക്ഷക്കണക്കിന് വോട്ടുകൾക്കാണ് 1 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ വിജയിച്ചു കയറിയത്. അപ്പോൾ അത്തരത്തിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു നേതാവ് മുന്നിൽ നിന്നുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ ഇത്തവണ UDF നേരിടുന്നത്. അതിന്റെ ഒരു ഗുണമുണ്ടാകും. ഒപ്പം മറ്റ് കോർപ്പറേഷനിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന പോലെ ഒരു ഐക്യം വലിയ രീതിയിൽ അവിടെയുണ്ട്. അതാ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഖ്യകക്ഷിയുടെ നേതാവാണല്ലോ, അദ്ദേഹം തന്നെ പറയുകയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, UDF ഒറ്റക്കെട്ടായിട്ട് ടീം UDF ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെ അത് UDFനെ സംബന്ധിച്ച് മുൻകാലങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത സംഭവമാണ്. ചിലയിടത്തൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് കേട്ടോ, അതൊന്നും എല്ലാം നമ്മൾ പറയുന്നില്ല, എല്ലാം ശരിയായിട്ട് ക്ലീനായിട്ട് പോകുന്നല്ല. ഇടയ്ക്ക് പല പ്രശ്നങ്ങളും പൊട്ടലും ചുറ്റിലും ഒക്കെ തന്നെ നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. പലരും പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. അവരൊക്കെ തന്നെ എന്താ പറയുക വർഷങ്ങളോളം ഇതുപോലെ നിരവധി പദവികളൊക്കെ വഹിച്ചിട്ട് വീണ്ടും സീറ്റ് കിട്ടാതെ വന്ന് പോയവരൊക്കെയാണ്. അല്ലാതെ പുതുതായിട്ട് വന്ന ഒരു സ്ഥാനാർത്ഥി എനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് പോയെന്ന് നമുക്കത് മനസ്സിലാക്കും. ഇതൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ഈ പറയുന്ന കൗൺസിലറായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും പ്രസിഡന്റുമാരായിട്ടും ഒക്കെ ഇരുന്ന പാർട്ടിയിൽ നിന്നും എന്തൊക്കെ നേടാമോ അതെല്ലാം നേടിയവര് ഇപ്പോൾ വീണ്ടും സീറ്റ് കിട്ടാതെ സ്ഥാനാർത്ഥി മോഹികൾ അധികാരമോഹികളായിട്ടുള്ള ചിലവരൊക്കെ തന്നെ പാർട്ടി വിട്ടു പോകുന്നുണ്ട്. ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും ഇല്ല എന്നല്ല, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ നോക്കുമ്പോൾ മുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മികച്ച ഒരു കൂട്ടായ്മ ഇത്തവണ UDF ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഈ പറയുന്ന പോലെ കൊല്ലം കോർപ്പറേഷനിലും ഒക്കെ തന്നെ 30 വർഷമായിട്ട് LDF ഭരിക്കണം. അതിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം അവിടെയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, വികസന പ്രശ്നങ്ങൾ, മാലിന്യം പ്രാണില്ല, അപ്പോൾ തന്നെ തെരുവുനായയുടെ ശല്യമുണ്ട്. അവിടുത്തെ എന്താ പറയുക പാർക്കുകളൊക്കെ തന്നെ സാധാരണ ഈ MP പ്രേമചന്ദ്രനൊക്കെ പറയുന്നത് അദ്ദേഹം എന്താ പറയുക ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അത് വലിയ രീതിയിലുണ്ടായിരുന്ന എല്ലാവരും പോയിരിക്കുന്ന ഒരു പാർക്കൊക്കെ ആയിരുന്നു. ആ വിദ്യാർത്ഥികളായിട്ടുള്ള സ്ഥാനാർത്ഥികളും പറയുന്നുണ്ട് തങ്ങളുടെ കുട്ടിക്കാലത്ത് തങ്ങൾ പോയി കളിച്ച് വളർന്ന ഒരു പാർക്കാണ്. അവിടെ തകർന്നു കിടക്കുകയാണ്, ഇപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്.
അത്തരത്തിലുള്ള പല പല പ്രശ്നങ്ങളുണ്ട് അവിടെ. അതൊക്കെ തന്നെ ജനങ്ങൾ ഇവരോട് ചൂണ്ടിക്കാട്ടുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം വരണം. അപ്പോൾ ആ രീതിയിൽ ജനങ്ങള് വെറുത്തിരിക്കുന്ന ഒരു ഭരണകൂടമായിട്ട് അവിടെ കോർപ്പറേഷൻ മാറിയിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു വിധിയൊക്കെ ഇത്തവണ ഉണ്ടാകും. ആ രീതിയിൽ എന്താ പറയുക, അതിനെയൊക്കെ തന്നെ വോട്ടാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം, അതാണല്ലോ അടിസ്ഥാനം എന്ന് പറയുന്നത്. എത്ര അധികം ഇതുണ്ടെങ്കിലും വോട്ടായി മാറണമെങ്കിൽ അത് പ്രവർത്തിക്കണം. ആ രീതിയിൽ താഴെ തട്ടുന്നുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് UDF ഇത്തവണ ഗുണകരമാകും. അങ്ങനെയെങ്കിൽ പ്രേമേന്ദ്രൻ പറയുന്നത് ക്ലിയർ മെജോറിറ്റി ഉള്ള ഒരു വിജയം നമുക്ക് ഉണ്ടാകും. അവർ 11 സീറ്റിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് 4 സീറ്റ് കണ്ടേ കിട്ടിയുള്ളൂ. ഇത്തവണ ഒരു 8-9 സീറ്റുകൾ വരെ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ കോൺഗ്രസിന്റെയും ഒരു മുന്നേറ്റം ഉണ്ടാകും. ലീഗിന് സീറ്റുകളില്ല. അവര് ഇത്തവണ അക്കൗണ്ട് അവിടെ തുറക്കും എന്നും അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിന്റെ ഒരു പൾസ് മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കൊല്ലത്ത് ശക്തമായ രീതിയിൽ UDF ഇത്തവണ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു റിസൾട്ട് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കന്മാരും കരുതുന്നത്.